ഹലോ, അപ്പോൾ ഇന്നൊരു കണ്ണൂർ സ്പെഷ്യൽ ബീഫ് പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു 3 സവാള സ്ലൈസ് എടുത്ത് ഇതുപോലെ അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കി ഉപ്പ് നമ്മൾ രുചിക്കനുസരിച്ച് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയോട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 3 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുറച്ചൊന്ന് സോഫ്റ്റായി, സവാളയാണെങ്കിലും നന്നായിട്ടൊന്ന് നയന്ന് കിട്ടും. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് നയന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല. അപ്പം നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്, അപ്പോൾ ഞാൻ ബീഫ് വേവിക്കാനായിട്ട് ജസ്റ്റ് ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. സാധാരണ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ പൊടികളിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പം ഞാൻ ഇതിവിടെ ഒന്നും ചേർത്തിട്ടില്ല, വെള്ളവും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ വെള്ളം എന്ന് പറയുന്നത് ബീഫിനകത്തുനിന്ന് വേവിച്ചിട്ട് ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ നമ്മളത് ഡയറക്റ്റ്ലി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ബീഫ് പെരട്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ചക്കപ്പുഴുക്ക്, കപ്പുഴുക്ക് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരു കിണ്ണം കാച്ചിയൊരു ഐറ്റമാണത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ആ ബീഫിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബീഫൊക്കെ അതിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ കൂട്ടെന്ന് പറയുന്നത്. നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് തേങ്ങാക്കൊത്തൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ തേങ്ങാക്കൊത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന പോലെ ഒരു 5 ഏലക്ക ചതച്ചത്, കറിവേപ്പില, ബേ ലീഫ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ തേങ്ങാക്കൊത്ത് ചേർത്തത് കാരണം ആ എണ്ണ മാറ്റി വെച്ച് ബാക്കിയുള്ള അതിനകത്ത് കിടന്നത് മുഴുവൻ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതവിടെ കിടന്ന് വീഴുമ്പോഴത്തേക്കിനും അപ്പം ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് മറ്റേ ആ മിക്സ് ഞാൻ അതിലൊക്കെ ഇട്ടത്. നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് അല്പം വെള്ളം കൂടി, ഞാൻ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് നമ്മുടെ ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പെരട്ടിനകത്ത് അധികം ഗ്രേവി കാണത്തില്ല. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതിയാക്കും. ഗ്രേവി വേണ്ട എന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് വറ്റിച്ച് ചാറൊക്കെ വറ്റിച്ചെടുക്കുക.
അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ബീഫിനകത്ത് ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കണ്ണൂർ സ്പെഷ്യൽ ബീഫ് പെരട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.